ഇന്ന് നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സോപ്പ് ഉണ്ടാക്കാം. പിയേഴ്സ് സോപ്പാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എനിക്ക് വേണ്ടിയിട്ട് പിയേഴ്സ് സോപ്പ് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്ന, കടയിൽ നിന്ന് മേടിക്കാറില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ കറ്റാർ വാഴ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട്, പച്ചമഞ്ഞളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആ കറ്റാർ വാഴയുടെ തൈയിൽ നിന്ന് രണ്ട് തള്ള കറ്റാർ വാഴ മുറിച്ചെടുത്തു. എന്നിട്ട് ആവശ്യത്തിന് പച്ചമഞ്ഞൾ ഞാൻ കിളച്ചെടുത്തു. പച്ചമഞ്ഞൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചു. എന്നിട്ട് ഈ കറ്റാർ വാഴയുടെ തണ്ട് ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും കുത്തിച്ചാരി വെക്കുമ്പോഴത്തേക്കും അതിനകത്തുനിന്ന് ഒരുതരം കറ ഇറങ്ങും. ആ കറയാണ് ആ പാത്രത്തിൽ കണ്ടത്. അത് ചിലവർക്ക് ശരീരത്തിൽ അലർജി ഉണ്ടാക്കും. കറ മൊത്തം പോയതിന് ശേഷം അത് ചെറിയ പീസാക്കി മുറിച്ച് അതിനകത്തുള്ള ജെല്ലി മൊത്തവും ഒരു സ്പൂൺ കൊണ്ട് എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. നമുക്ക് എത്രമാത്രം ജെല്ല് ആവശ്യമുണ്ടോ അത്രയും ജെല്ല് ഞാൻ എടുത്തു. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മഞ്ഞൾ ചെറിയ പീസായിട്ട് അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് രണ്ടും കൂടെ പേസ്റ്റ് രൂപത്തിൽ നല്ലതുപോലെ അരച്ചെടുത്ത് ഞാനത് അരിപ്പയിലൊഴിച്ച് അത് അരിച്ചെടുത്ത് അതിൻ്റെ കൊന്തെടുക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ ചാറ് മാത്രം മതി നമുക്ക്. അതിനുശേഷം ഞാനിതിൻ്റെ ബേസ്, ഈ സോപ്പ് ഉണ്ടാക്കാനുള്ള ബേസ് ഓൺലൈനിൽ മേടിക്കും, അല്ലെങ്കിൽ നമുക്ക് അടുത്തൊരു കടയിൽ കിട്ടാറുണ്ട്. ആ ബേസ് ഞാൻ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തു. ഇത് ഏകദേശം ഒരു 200 ഗ്രാമോളം വരും. ഞാൻ നേരത്തെ കുറച്ച് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഇവിടെ ഇരുന്നതാണേ. അത് ചെറിയ ചെറിയ പീസാക്കി മുറിച്ചെടുത്തിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഡബിൾ ബോയിലിംഗ് ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് ഈ മുറിച്ച പീസ് ഒരു പാത്രത്തിലിട്ട് ആ തിളച്ച വെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് ചെറുതായിട്ട് അത് അലിയിപ്പിച്ചെടുത്തു. നല്ല തിളച്ച് വന്നപ്പോഴേക്കും അത് പൂർണ്ണമായി അലിഞ്ഞ് കിട്ടുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അത് പൂർണ്ണമായി അലിഞ്ഞതിന് ശേഷം ഞാനത് അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചു. അത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന കറ്റാർ വാഴയും മഞ്ഞളും കൂടെ അരിച്ചു വെച്ചിരിക്കുന്ന ആ ലിക്വിഡ് ഇതിലേക്ക് ഒഴിച്ച് അത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിന് ചേർക്കാനായിട്ട് ഒരു എസൻസ് ഞാൻ മേടിച്ചിട്ടുണ്ട്. അത് ചെറിയ സ്മെല്ല് വരുന്നതാണ്. നമ്മളിത് ഒഴിക്കുമ്പോൾ തന്നെ ഇതിന് പിയേഴ്സിൻ്റെ ഒരു കളർ വരും. ഇനി പ്രത്യേകിച്ച് ഞാൻ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈ മഞ്ഞൾ നമ്മളിത് ഈ സോപ്പ് ലിക്വിഡിനകത്ത് ഒഴിക്കുമ്പോഴേക്കും ഒരു പിയേഴ്സിന് നിറം വരും. ഈ കുപ്പി കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയ സ്മെല്ലിന് വേണ്ടിയിട്ടുള്ളൊരു എസൻസാണ്. അതും ഈ കടയിൽ മേടിക്കാൻ കിട്ടും. അതും കൂടി ഇതിനകത്ത് ഒഴിച്ച് നല്ലതുപോലെ ഞാൻ അത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഈ സോപ്പ് ഉണ്ടാക്കാനുള്ള മോൾഡ് ഞാൻ ഓൺലൈൻ മേടിച്ചതാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ആ മോൾഡിലേക്ക് ഇത് ഒഴിച്ചു വയ്ക്കണം. എല്ലാ മോൾഡിലേക്കും അത് നിറയെ നമുക്ക് എത്ര വേണമോ അതുപോലെ ഒഴിച്ചു വയ്ക്കുക. ഇപ്പോൾ എനിക്കിത് ഏകദേശം ഒരു 5 സോപ്പ് ഉണ്ടാക്കാൻ കിട്ടിയിട്ടുള്ളൂ. ഒരു 200 ഗ്രാം കാണുമായിരിക്കും. എല്ലാ മോൾഡിലേക്കും അത് ഫുൾ ഒഴിച്ചു വെച്ചതിന് ശേഷം ഒരു രാത്രി അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു രാത്രി കഴിയുമ്പോഴേക്കും അത് ഇതുപോലെ നല്ലതുപോലെ അത് കട്ടിയായി വന്നിട്ടുണ്ടായിരിക്കും. അതിനുശേഷം ഞാൻ അതെല്ലാം ഓരോ മോൾഡിൽ നിന്ന് ഇളക്കിയെടുത്തു. നല്ല സൂപ്പർ സോപ്പാണ്. ഒരുപാട് മണമൊന്നും ഇതിന് പറയാനില്ല, എങ്കിലും നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണിത്. നമ്മുടെ സ്കിന്നിലെ എല്ലാ അഴുക്കും പോവും. നല്ല സ്കിന്നിന് ഒരു പൊരിച്ചിലോ ഒന്നും ഉണ്ടാകത്തില്ല. നല്ല സോഫ്റ്റാണ്. നമ്മുടെ സ്കിന്നിന് വളരെ പ്രയോജനമാണ് ഈ സോപ്പ്. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടൊന്നും മോയ്സ്ചർ ഒന്നും തേക്കുകയൊന്നും വേണ്ട. നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ബേസും സ്മെല്ലും മാത്രമേ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുള്ള നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് അറിയിക്കണേ.